ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ഫാമിലി. UK-യിലുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഇപ്പോൾ UK-യിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. BRP കാർഡ് എന്ന് പറയുന്ന സിസ്റ്റം UK ഗവൺമെന്റ് എടുത്തു മാറ്റി അതിന് പകരം വിസ എന്ന് പറയുന്ന ഒരു പുതിയ സിസ്റ്റം ഗവൺമെന്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മളിപ്പോൾ കുറെ പേരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ഇതിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ മുമ്പ് ഷെയർ ചെയ്തതാണ്. അതായത് എങ്ങനെയാണ് നമ്മുടെ BRP കാർഡ് വിസ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ അതിൽ ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇനി മുതൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് യൂസ് ചെയ്തും നമ്മുടെ വിസ സ്റ്റാറ്റസ് UK വിസ സ്റ്റാറ്റസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാദ്യം തന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്മൾ വിസ അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്യണം. അപ്പൊ അതിന്റെ പ്രോസസ്സ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും നേരം കളയേണ്ട, വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. UK വിസ വ്യൂ ചെയ്യുന്നതിന് പാസ്പോർട്ടും കൂടെ ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റായി ആഡ് ചെയ്യുന്നതിന് ആദ്യമായി തന്നെ നമ്മൾ സെർച്ച് ബോക്സിൽ ഇവിടെ UK വിസ എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ ഇതിലേക്കുള്ള ലിങ്കാണ്. ഗെറ്റ് ആക്സസ് ടു യുവർ ഓൺലൈൻ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഇതിൽ തന്നെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു പേജാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇതിൽ കാണുന്ന വ്യൂ യുവർ വിസ ആൻഡ് പ്രൂവ് യുവർ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പേജിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിസ നമ്മൾ വ്യൂ ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആഡ് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലവർ ചോദിക്കുന്നുണ്ട് വാട്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഡിഡ് യു യൂസ് വെൻ യു ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും BRP യൂസ് ചെയ്തിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ BRP എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് BRP കാർഡിൻ്റെ നമ്പറാണ്. അപ്പോൾ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സെക്യൂരിറ്റി കോഡ് ഏതിലേക്കാണ് അവർ സെൻഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതിലേക്കാണ് ഇപ്പോൾ സെക്യൂരിറ്റി കോഡ് റിസീവ് ചെയ്യേണ്ടതെന്നുള്ളത് ഓപ്ഷൻ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യണത് അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതിലേക്ക് സെക്യൂരിറ്റി കോഡ് അവർ സെൻഡ് ചെയ്ത് തരും. ആ സെക്യൂരിറ്റി കോഡ് നെക്സ്റ്റ് പേജിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെയും കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനെ ഒരു പേജാണ്. അപ്പോൾ നിങ്ങളുടെ വിസ ഫുള്ളായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസും നിങ്ങൾക്ക് എത്ര നാൾ വിസ ഉണ്ടെന്നുള്ളതും നിങ്ങൾ ഏത് വിസയിലാണ് നിൽക്കണമെന്നുള്ളതും അങ്ങനെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പേജിൻ്റെ ഏറ്റവും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇഫ് യുവർ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ യൂസ് ദിസ് സർവീസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും അപ്ഡേറ്റ് യുവർ UK വിസസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഈ പേജിൽ ഒന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ സൈൻ ഇൻ ടു യുവർ UKVA അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്ന പേജിലും സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ പേജിൽ താഴെ കാണുന്ന ആഡ് എ ന്യൂ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ പുതിയത് ആഡ് ചെയ്യാൻ പോകുന്ന ഐഡന്റിറ്റി ഡോക്യുമെന്റിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ചേഞ്ച് ഒന്നും ഇല്ലാത്ത കാരണം നോ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഈ പേജിലാണ് അവർ പുതിയ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആഡ് ചെയ്യാനുള്ള സ്റ്റെപ്സ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കി ലാസ്റ്റ് കാണുന്ന കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആർ യു ആഡിങ്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ പ്രസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യാൻ അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഫുള്ള് വായിച്ച് നോക്കുക. അതിനുശേഷം അവർ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എങ്ങനെയായിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ അത് ബ്ലർ ആവാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഫോർമാലിറ്റീസ് ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ റൂൾസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ലാസ്റ്റ് താഴെ കാണുന്ന കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കാണുന്ന പേജിലാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ചൂസ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ക്രൈറ്റീരിയാസും നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പേജാണ് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത്. യുവർ ഫോട്ടോ മീറ്റ്സ് ദ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു പേജാണിത്. ഇതിന് താഴെ കാണുന്ന കണ്ടിന്യൂവിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങളുടെ പാസ്പോർട്ടിലെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ കറക്റ്റ് ആണോ, ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ പാസ്പോർട്ടായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതോടുകൂടി നമ്മുടെ പാസ്പോർട്ട് ആഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും യുവർ അപ്ഡേറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ് അവർ കാണിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ റിക്വസ്റ്റ് കൊടുത്ത് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഈ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ്, അതായത് പാസ്പോർട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്ത റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിരുന്നു. അതൊരു വിതിൻ 5 മിനിറ്റ്സ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് ആയി എന്ന് പറഞ്ഞ് ഇമെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങളുടെ വിസ സ്റ്റാറ്റസ്, നിങ്ങളുടെ UK വിസ സ്റ്റാറ്റസ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അത് പ്രൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.